ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. ഇൻട്രോവേർട്ട് സ്വഭാവവും സോഷ്യൽ ആൻസൈറ്റിയും. പലപ്പോഴും ആളുകൾ ഈ രണ്ട് വാക്കുകളും മാറി മാറി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവ രണ്ടും ഒരുപോലെയല്ല. ഇൻട്രോവേർട്ട് എന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവ രീതിയാണ്. എന്നാൽ സോഷ്യൽ ആൻസൈറ്റി ഒരു മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നമുക്ക് ഇത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാം. എന്താണ് ഇൻട്രോവേർട്ട്? നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഇൻട്രോവേർട്ടുകൾക്ക് ആളുകളുമായി സംസാരിക്കാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അവർക്ക് നാണമാണ് എന്നാണ്. എന്നാൽ ഇത് പൂർണ്ണമായും ശരിയല്ല. ഒരു ഇൻട്രോവേർട്ട് എന്നത് ഊർജം നേടുന്നതിനായി സ്വന്തം ലോകത്തേക്ക് ഒതുങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ആളുകളുള്ള സ്ഥലങ്ങളിൽ സമയം ചെലവഴിക്കുമ്പോൾ അവർക്ക് വേഗത്തിൽ ക്ഷീണം വരാം. അതുകൊണ്ടാണ് അവർക്ക് തനിച്ച് അല്ലെങ്കിൽ കുറഞ്ഞ ആളുകളോടൊപ്പം സമയം ചെലവഴിക്കാൻ കൂടുതൽ ഇഷ്ടം. ഒരു പുസ്തകം വായിച്ചോ, സിനിമ കണ്ടോ, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾക്ക് സമയം കണ്ടെത്തിയോ അവർക്ക് അവരുടെ ഊർജം വീണ്ടെടുക്കാൻ കഴിയും. ഇൻട്രോവേർട്ടുകൾക്ക് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകും, എന്നാൽ അത് വളരെ അടുത്ത സുഹൃത്തുക്കളായിരിക്കും. അവർ എപ്പോഴും ആഴത്തിലുള്ള ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്, അല്ലാതെ ഒരുപാട് ആളുകളുമായി ഉപരിപ്ലവമായ സൗഹൃദങ്ങളല്ല. ഇനി എന്താണ് സോഷ്യൽ ആൻസൈറ്റി എന്ന് നോക്കാം. സോഷ്യൽ ആൻസൈറ്റി എന്നാൽ ഒരുതരം ഭയമാണ്. ആളുകളുമായി ഇടപെടുമ്പോൾ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ഉത്കണ്ഠയും പേടിയുമാണിത്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും മണ്ടത്തരം പറയുമോ? എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരിക്കുമോ? അങ്ങനെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിലൂടെ കടന്നുപോകും. ഇതൊരു ഇൻട്രോവേർട്ട് സ്വഭാവമല്ല, മറിച്ച് ഒരാളുടെ ദൈനംദിന ജീവിതത്തെ വളരെ മോശമായി ബാധിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാൾക്ക് ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കാനോ, പുതിയ ആളുകളോട് സംസാരിക്കാനോ, അല്ലെങ്കിൽ പൊതുവേദികളിൽ സംസാരിക്കാനോ വലിയ ബുദ്ധിമുട്ട് തോന്നും. അവരുടെ ഈ പേടി കാരണം അവർ പല അവസരങ്ങളും ഒഴിവാക്കാൻ ശ്രമിക്കും. ഇതൊരു തരം ഉത്കണ്ഠാ രോഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ചികിത്സ ആവശ്യമായി വന്നേക്കാം. ശരിയായ രീതിയിലുള്ള കൗൺസിലിങ്ങും തെറാപ്പിയും വഴി ഈ അവസ്ഥയെ അതിജീവിക്കാൻ സാധിക്കും. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഇൻട്രോവേർട്ട് എന്നത് ഒരു സ്വഭാവ രീതിയാണ്. സോഷ്യൽ ആങ്സൈറ്റി ഒരു ഭയത്തെയും ഉത്കണ്ഠയെയും സൂചിപ്പിക്കുന്നു. ഒരു ഇൻട്രോവേർട്ട് സാമൂഹിക ഇടപെടലുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഊർജ്ജം ലാഭിക്കാനോ അല്ലെങ്കിൽ സ്വസ്ഥമായി ഇരിക്കാനോ വേണ്ടിയാണ്. എന്നാൽ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാൾ ഒഴിഞ്ഞു മാറുന്നത് അമിതമായ ഭയം കാരണമാണ്. ഒരു ഇൻട്രോവേർട്ട് ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുമ്പോൾ സന്തോഷം കണ്ടെത്തുന്നു. എന്നാൽ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാൾ ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അവരുടെ ഭയം കാരണം അവർ ഒറ്റപ്പെട്ടു പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ അതിൽ വിഷമിക്കേണ്ടതില്ല. അത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ നിങ്ങൾക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സഹായം തേടാൻ മടിക്കരുത്. ഓർക്കുക, ശരിയായ പിന്തുണയിലൂടെ ഈ അവസ്ഥയെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.